എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് ലോ ബഡ്ജറ്റ് ഇരുനില വീട് നോക്കുന്നവർക്കാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് പേയാട് പ്ലാരത്ത് നമുക്ക് ഒരു ഇരുനില വീട് നമുക്ക് സെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു വീടാണ്. ഈ വീട് വരുന്നത് നമുക്ക് 3,800 സെൻറ്റ് വരുന്ന സ്ക്വയർ ഫീറ്റ് വന്നിട്ട് 1,700 വരുന്നുണ്ട്. 3 ബെഡ്റൂം വരുന്നുണ്ട്, 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. നമുക്ക് ഈ വീട്ടിലാണെങ്കിൽ മൂന്നാമത്തെ നിലയിൽ 2 ബെഡ്റൂം അടക്കമുള്ള സ്പേസ് വരുന്നുണ്ട്. നമുക്ക് ഈ കാർ പോർച്ച് വന്നിട്ട് വലിയൊരു കാർ വരെ ഇടാൻ പറ്റിയ വലിയൊരു കാർ പോർച്ചാണ് വരുന്നത്. നമുക്ക് ഈ വീട് ചോദിക്കുന്ന വാസ്തുപ്രകാരം നമുക്ക് കിഴക്ക് ദർശനമാണ് വീട് വരുന്നത്. നമുക്ക് ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 49 ലക്ഷം രൂപയുടെ നമുക്ക് നെഗോഷ്യബിൾ ആണ്. നമുക്ക് ഈ വീട് വന്നിട്ട് ഒരു വില്ല കമ്മ്യൂണിറ്റിക്കകത്താണ് വീട് വരുന്നത്. നമുക്ക് ഇവിടുന്ന് തമ്പാനൂർ പോകാൻ വേണ്ടി 10 കിലോമീറ്ററും ഇവിടുന്ന് എയർപോർട്ട് പോകാൻ വേണ്ടി 14 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് ഈ വീട് നിൽക്കുന്നത് നമുക്ക് പ്ലാരത്താണ്. നമ്മുടെ പെട്രോൾ പമ്പിൻ്റെ അവിടെ നമുക്ക് ഏകദേശം ഒരു 700 മീറ്റർ മാറി നമുക്ക് ബസ് റൂട്ടിൽ നിന്ന് ഒരു 300 മീറ്റർ മാറിയാണ് നമുക്ക് വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് മലബാർ ഫ്ലാറ്റിൻ്റെ അടുത്തായിട്ടാണ് നമുക്ക് വീട് വരുന്നത്. ഈ വീട്ടിൻ്റെ അടുത്തായിട്ട് നമുക്ക് സ്കൂൾ വരുന്നുണ്ട്, നമുക്ക് LPS സ്കൂളും വരുന്നുണ്ട്, നമുക്കൊരു അംഗനവാടിയും വരുന്നുണ്ട്. നമുക്ക് ഈ വീട്ടിൽ കുടിവെള്ളത്തിന് നമുക്ക് കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ കാർ പോർച്ച് വന്നിട്ട് നമുക്ക് വലിയൊരു കാർ വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ വലിയൊരു കാർ പോർച്ചാണ് വരുന്നത്. നമുക്കിവിടെ നല്ല ഗ്രിപ്പുള്ള ടൈലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് 3 സൈഡും നമുക്ക് സിമെൻ്റാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വീട്ടിൻ്റെ മുറ്റത്ത് നമുക്ക് റൂഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കാർ പോർച്ച് നമുക്ക് റൂഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് ഗ്ലാഡിംഗ് വർക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ നാച്ചുറൽ സ്റ്റോണിൻ്റെ ഗ്ലാഡിംഗ് വർക്കാണ് നമുക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് വന്നിട്ട് നമുക്ക് അത്യാവശ്യം വലിയൊരു സിറ്റ് ഔട്ടാണ് വരുന്നത്. ഇവിടെ നമുക്ക് 4 ടൈലാണ് വരുന്നത്. നമുക്കിവിടെ അപ്പോസ് വർക്കും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ടിലെ ഡോറൊക്കെ വന്നിട്ട് നമുക്ക് ഫുൾ പെയിൻറ്റിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ നാച്ചുറൽ സ്റ്റോൺ ആണ് നമ്മുടെ ഗ്ലാഡിംഗ് വർക്കിന് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിവിടെ 3 ബെഡ്റൂമാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ വന്നിട്ട് നമുക്ക് വലിയൊരു ലിവിങ് ഏരിയയാണ് വരുന്നത്. നമുക്ക് ഡൈനിങ് സെക്ഷൻ ഇതിനോട് ചേർന്ന് തന്നെ വരുന്നുണ്ട്. ലിവിങ് ഏരിയയിൽ നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 4 സീലിംഗ് ഒക്കെ നമ്മൾ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് 4 സീലിംഗ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അകത്ത് നമുക്ക് 4 ടൈലാണ് വരുന്നത്. ഇതിൽ നമ്മുടെ അപ്പോസ് വർക്കും ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ TV യൂണിറ്റ് വന്നിട്ട് നമുക്ക് TV യൂണിറ്റിൽ നമുക്ക് കബോർഡ് വർക്ക് ചെയ്യാനുണ്ട്. നമ്മൾ കബോർഡ് വർക്ക് ചെയ്താണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. നമുക്കിവിടെ കണക്ഷൻ വന്നിട്ട് നമ്മുടെ സിംഗിൾ ഫേസ് ആണ് നമ്മുടെ കണക്ഷൻ വരുന്നത്. നമുക്ക് വയറൊക്കെ ഉപയോഗിക്കുന്ന V-ഗാർഡാണ്. നമ്മുടെ സ്വിച്ചൊക്കെ വന്നിട്ട് നമുക്ക് ആൻജറിൻ്റെ സ്വിച്ചാണ് വരുന്നത്. ലിവിങ് ഏരിയയും ഡൈനിങ് സെക്ഷനും വരുന്ന സ്പേസ് വരുന്നതെന്ന് പറഞ്ഞാൽ 27x13 നമുക്ക് ഇവിടുത്തെ സ്പേസ് വരുന്നത്. ഇവിടെ നമുക്ക് 4 ടൈലാണ് വരുന്നത്. ഇതിൽ നമ്മുടെ അപ്പോസ് വർക്കും ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡൈനിങ് സെക്ഷൻ വന്നിട്ട് നമുക്ക് വലിയൊരു ഡൈനിങ് സെക്ഷനാണ് വരുന്നത്. ഇവിടെ നമുക്ക് പാർട്ടീഷൻ തിരിക്കണമെങ്കിൽ നമ്മൾ പാർട്ടീഷൻ തിരിച്ച് കൊടുക്കുന്നതാണ്. അതുപോലെ നമുക്ക് സെക്കൻഡ് ഫ്ലോറിലോട്ടുന്ന സ്റ്റെയറിൻ്റെ അടിയിലോട്ടാണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ പോയിന്റ് വരുന്നത്. നമുക്കിവിടെ വാഷ് ബേസും വരുന്നുണ്ട്. വാഷ് ബേസിന് ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്ന ജാഗോറാണ്. നമുക്കിവിടെ നിന്ന് ഗ്ലാസും കാര്യങ്ങളും ആഡ് ചെയ്യാണ്ട് നമുക്ക് ഈ വീട്ടിൽ കുറേ വർക്ക് ഇനി പെൻഡിങ് ഉണ്ട്. അതെല്ലാം നമ്മൾ ചെയ്താണ് കൊടുക്കാൻ പോകുന്നത്. നമുക്ക് ബെഡ്റൂമിലൊന്നും നമ്മുടെ കബോർഡ് വർക്ക് ചെയ്തിട്ടില്ല. ബെഡ്റൂമിലെല്ലാം തന്നെ നമ്മൾ കബോർഡ് വർക്ക് ചെയ്താണ് കൊടുക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വന്നിട്ട് നമുക്ക് 10x10 ബെഡ്റൂമാണ് ഫസ്റ്റ് ബെഡ്റൂം വന്നിട്ട്. ഇവിടെ നമുക്ക് കബോർഡ് വർക്ക് ചെയ്തിട്ടില്ല. നമ്മുടെ കബോർഡ് വർക്ക് ചെയ്താണ് കൊടുക്കാൻ പോകുന്നത്. നമുക്കിവിടെ AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. നമുക്ക് ബെഡ്റൂമിൽ കബോർഡ് ചെയ്തിട്ടില്ല. നമുക്കിപ്പോൾ ഈ ഷെയ്ഡിൻ്റെ മുകളിൽ കബോർഡ് മാത്രമേ ഇപ്പോൾ ചെയ്തിട്ടുള്ളൂ. നമുക്കിനി ഈ ബെഡ്റൂമിലെ കബോർഡും കൂടെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. ഇതാണ് നമ്മുടെ വാഷ്റൂം വന്നിട്ട് വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇവിടെ ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്നത് നമുക്ക് സെറയാണ്. നമുക്കൊരു 10 വർഷത്തെ ഗ്യാരണ്ടിയാണ് നമുക്ക് ഈ ഫിറ്റിംഗ്സിന് വരുന്നത്. ഈ വാഷ്റൂം നമുക്ക് ഹീറ്റർ പോയിന്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നല്ല ട്രെൻഡിങ് എന്നുള്ള ടൈലാണ് ആഡ് ചെയ്തിട്ടുള്ള. ഇതിൽ നമ്മുടെ അപ്പോസ് വർക്കും ചെയ്തിട്ടുണ്ട്. നമ്മുടെ വാഷ്റൂമിൻ്റെ 4 ടൈൽ വന്നിട്ട് നമ്മൾ നല്ല ഗ്രിപ്പുള്ള ടൈലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ വാഷ്റൂമിലെ ഡോറൊക്കെ നല്ല പ്രീമിയം ഡോറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് സെക്ഷനിൽ നിന്ന് അടുത്ത് വരുന്നത് നമ്മുടെ കിച്ചണാണ്. നമുക്ക് വലിയൊരു കിച്ചണാണ് വരുന്നത്. നമുക്ക് നല്ല സ്റ്റോറേജ് കൂടിയ കിച്ചണാണ് വരുന്നത്. ഇവിടെ നമുക്ക് വലിയ രീതിയിൽ തന്നെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ല സ്റ്റോറേജ് വരുന്നുണ്ട്. നമുക്ക് ഫ്ലോർ ടൈലൊക്കെ വന്നിട്ട് നമുക്ക് 4 ടൈലാണ് വരുന്നത്. നമ്മുടെ വുഡിൻ്റെ ഡിസൈൻ വരുന്ന ടൈലാണ്. നല്ല ഗ്രിപ്പുള്ള ടൈലാണ് വരുന്നത്. ഇവിടെ നമുക്ക് അപ്പോസ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെയാണ് ഫ്രിഡ്ജ് വയ്ക്കാനുള്ള സ്പേസ് വരുന്നത്. നമുക്ക് കിച്ചണോട് ചേർന്ന് തന്നെ നമുക്ക് ബാക്ക് സൈഡിൽ വർക്ക് ഏരിയ ഇറക്കാനുള്ള സ്പേസും വരുന്നുണ്ട്. നമ്മുടെ ഫിറ്റിംഗ്സിന് ഉപയോഗിക്കുന്ന പൈപ്പും നമ്മുടെ സിങ്കൊക്കെ വന്നിട്ട് നമുക്ക് സെറയാണ് വരുന്നത്. ഇവിടെയാണ് നമുക്ക് ബാക്കിൽ വർക്ക് ഏരിയ ചെറിയ വർക്ക് ഏരിയക്കുള്ള സ്പേസ് വരുന്നുണ്ട്. ബാക്കിലാണ് നമുക്ക് കിണർ വരുന്നത്. നനയെല്ലാം നമുക്ക് ബാക്കിലാണ് വരുന്നത്. ഈ വീടിന് ചോദിക്കുന്ന പ്രൈസ് 49 ലക്ഷം രൂപയാണ്. ഇത് നമുക്ക് നെഗോഷ്യബിൾ ആണ്. നമ്മൾ ഈ വീട്ടിൽ ചെയ്യാനുള്ള വർക്കുകളെല്ലാം നമ്മൾ ഫിനിഷ് ചെയ്താണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. നമുക്ക് ബെഡ്റൂമിൽ കബോർഡ് വേണമെങ്കിൽ നമ്മൾ കബോർഡും കൂടെ ചെയ്ത് ഈ പ്രൈസിനാണ് നമ്മൾ കബോർഡും കൂടെ ചെയ്താണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയർ വന്നിട്ട് നമ്മൾ സ്റ്റെയറിൽ ഹാൻഡിൽ വർക്ക് ചെയ്യുന്ന സ്റ്റീലിലാണ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലെ ഹാൾ വന്നിട്ട്. ഇവിടെ നമുക്ക് 11x11 നമ്മുടെ ഏരിയ വന്നിട്ട്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 4 സീലിംഗും ചെയ്തിട്ടുണ്ട്. 4 സീലിംഗ് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടാണ് 4 സീലിംഗ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് 2 ബെഡ്റൂമാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വന്നിട്ട്. നമുക്ക് ഈ ബെഡ്റൂം സൈസ് വരുന്നത് 10x13 നമ്മുടെ ബെഡ്റൂം സൈസ് വരുന്നത്. ഇവിടെ നമുക്ക് ചെറിയ രീതിയിൽ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ കബോർഡ് വർക്ക് ചെയ്തിട്ടില്ല. അതും കൂടെ നമ്മൾ ചെയ്താണ് കൊടുക്കാൻ പോകുന്നത്. ഇവിടെ നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂമോട് കൂടിയ ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെ നമുക്ക് ചെറിയൊരു ഡ്രസ്സിംഗ് റൂമായിട്ട് ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു കബോർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡ്രസ്സിംഗ് റൂമായിട്ട് എടുക്കാൻ പറ്റും.
ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം വന്നിട്ട് വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇവിടെയും ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്നത് നമുക്ക് സെറയാണ്, ഫുൾ സെറയാണ് ഫിറ്റിംഗ്സിൽ ഉപയോഗിച്ചത്. ഈ വാഷ്റൂമിൽ നമുക്ക് ഹീറ്റർ പോയിന്റും ചെയ്തിട്ടുണ്ട്. നമ്മൾ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ടൈലാണ് വരുന്നത്. ഇവിടെ നമുക്ക് അപ്പോസ് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ഗ്രിപ്പുള്ള ടൈലാണ് നമുക്ക് ഫ്ലോർ ടൈലിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് വരുന്നത് നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമാണ്. ഇത് നമുക്ക് വലിയൊരു ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ചെറിയ രീതിയിൽ കബോർഡ്. ഈ ബെഡ്റൂമിൽ നമുക്ക് ഷെയ്ഡിന്റെ മുകളിൽ കവേർഡ് ആയിട്ട് നമ്മുടെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂം സൈസ് വന്നിട്ട് 10x11 നമ്മുടെ ബെഡ്റൂം സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് AC പോയിന്റ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരു ഡ്രസ്സിംഗ് റൂം എടുക്കാനുള്ള സ്പേസും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം വന്നിട്ട്. ഇതും വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇവിടെ ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്ന സെറയാണ്. നമുക്ക് നല്ല ട്രെൻഡിങ്ങിലുള്ള ടൈലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് അപ്പോസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. ബെഡ്റൂമിൽ നമുക്ക് ബാൽക്കണിയിലോട്ട് പോകാൻ പറ്റും. ഇതാണ് നമ്മുടെ ബാൽക്കണി വന്നിട്ട്. നമുക്ക് അതിവിശാലമായിട്ടുള്ളൊരു ബാൽക്കണിയാണ് ഫ്രണ്ടിൽ വരുന്നത്. ഇവിടെ നമുക്ക് അത്യാവശ്യം ശാന്തതയുള്ള ഒരു ഏരിയയാണ്. നമ്മുടെ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് നമുക്കൊരു 300 മീറ്റർ ഈ വീട്ടിലോട്ടുള്ള ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. ഈ വീട് നിൽക്കുന്ന നമ്മുടെ വലിയൊരു വില്ല കമ്മ്യൂണിറ്റി. നമുക്ക് ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും നമുക്ക് വലിയൊരു വില്ല കമ്മ്യൂണിറ്റി വരുന്നുണ്ട്. അതിൽ നിന്ന് നമ്മുടെ രണ്ടാമത്തെ വീടാണ് നമുക്ക് ഈ വീട് വരുന്നത്. ഇവിടെ നമുക്ക് ഗ്ലാഡിംഗ് വർക്ക് ഉപയോഗിച്ചിരിക്കുന്ന നമ്മുടെ നാച്ചുറൽ സ്റ്റോണിൻ്റെ ഗ്ലാഡിംഗ് വർക്കാണ് നമുക്ക് ഇവിടെയും വരുന്നത്. ഈ വീട് വാങ്ങാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നേ ഉള്ളൂ.